അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലെ ക്ലോക്കിനൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ആ മേക്ക് ഓവർ. നമ്മുടെ ക്ലോക്ക് ഇതാണ്. ഇനി അതിൽ ഞാൻ കുറച്ച് പൂവും ഇലകളും ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയേക്കണമെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കാം. ഞാനിവിടെ റെഡും ഗ്രീനും ആണ് ഇവിടെ കോമ്പിനേഷനാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ ആ പൂ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇലയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇത് ഒരു പച്ച പേപ്പറിനെ രണ്ടായിട്ട് മടക്കിയിട്ട് പേന കൊണ്ട് ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേമാതിരി തന്നെ ഒന്ന് വെട്ടി കൊടുക്കുകയാണ്. കുറച്ചധികം ഇലകളും കുറച്ച് പൂക്കളും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ നമുക്ക് ആ ക്ലോക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ഇലയായിട്ട് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ചുറ്റിനും ഇല ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഞാൻ പൂക്കളും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ പൂക്കളുടെ ഉള്ളിലൊക്കെ തെർമോകോൾ ബോൾസ് ഒരു 3 കൂടി ഞാൻ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ കൂട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആ ക്ലോക്കിൻ്റെ ഹാങ്ങിങ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എൻ്റെ എല്ലാ ഹാങ്ങിങ്സിൻ്റെയും അവസാന ഹാങ്ങിങ് വരുന്നത് ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും കേട്ടോ. ഇതേ രീതിയിലാക്കി ഒന്ന് വെട്ടി കൊടുക്കുക. കുറച്ചധികം തന്നെ ഞാൻ ഇതേ രീതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. റെഡും പച്ചയാണ് ഞാൻ കോമ്പിനേഷനാക്കി എടുത്തേക്കുന്നത്. എന്നിട്ട് നൂലും സൂചി ഉപയോഗിച്ചുകൊണ്ട് ഞാനൊന്ന് കോർത്തെടുക്കുന്നുണ്ട്. 2 ടൈംസ് തന്നെ ഒരെണ്ണത്തിൽ ഞാൻ കോർത്തെടുക്കുന്നുണ്ട്. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തെർമോകോൾ ബോൾസും കൂടി ഞാൻ ഇങ്ങനെ കോർത്തെടുക്കുന്നുണ്ട്. ഇതേമാതിരി നമുക്ക് കിട്ടും. ഇതൊക്കെ ഞാൻ ഡബിൾ സൈഡ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. മാത്രമല്ല സെല്ലോ ടേപ്പും കൂടി അതിൻ്റെ അടിയിൽ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.